ഹലോ. അപ്പോൾ ഇത്തവണ ക്രിസ്മസ് വെക്കേഷന് എല്ലാവരും എവിടെയൊക്കെ പോയി? ഞങ്ങൾ നമ്മുടെ തൃശ്ശൂർ തന്നെ കാർണിവൽ ഫെസ്റ്റിവൽ വരാമെന്ന് പറഞ്ഞപ്പോൾ 3-4 ദിവസത്തെ പ്രോഗ്രാം ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും അമ്മയും ചേച്ചിയും എല്ലാവരും കൂടി അങ്ങോട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ നമ്മൾ 31-ാം തീയതിയാണ് പോണത്. അപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോയി. പക്ഷെ അവിടെ പോയപ്പോഴാണ് അക്കിടി പറ്റിയത്. കണ്ടോ, ഇപ്പോൾ നമ്മൾ ആകാശപാതയിൽ തിരിയുകയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ താഴെ പോയപ്പോൾ അവിടെ ടിക്കറ്റ് കൊടുത്ത് തുടങ്ങിയിട്ടില്ല. ടിക്കറ്റ് കൊടുക്കണമെങ്കിൽ ഒരു 4 മണി കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ 4 മണി വരെ നമ്മൾ ഉച്ചയ്ക്ക് ഇരിക്കണ്ടേ? ഉച്ച നേരത്ത് നല്ല വെയിലല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആകാശപാതയിൽ ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ അവിടെ കയറിയപ്പോൾ നല്ല കൂളിംഗ് ഉണ്ടായിരുന്നു, നല്ല സുഖമായിട്ട് അവിടെ അത്രയും സമയം നമുക്ക് ഒരു ഗ്യാപ്പ് കിട്ടി റെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ അവിടെ കയറിയത് അവിടെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല രസമാട്ടോ അവിടെ കയറാനായിട്ടും അതിനുള്ളിൽ കൂടെ നടക്കാനും കാഴ്ചകൾ കാണാനും എല്ലാം കാണാൻ പറ്റും നമുക്ക്. അതുപോലെ നല്ല AC ആയതുകൊണ്ട് തന്നെ നല്ല സുഖമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതേ താഴേക്ക് ഇറങ്ങി. ഇതാണ് അവിടെ ചെന്നിട്ട് ആകെ കൂടി കിട്ടിയ മെച്ചം. ഫ്രീ ആയിട്ട് ബലൂൺ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി തരും. അപ്പോൾ ഇത് മാത്രമാണ് നമുക്ക് അവിടെ കിട്ടിയിട്ടുള്ള ഏക ഒരു ഇത്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളവിടെ ചെന്നപ്പോൾ അവർ സ്റ്റാളുകളൊക്കെ രാത്രിയാവും തുടങ്ങുമ്പോൾ എന്ന് പറഞ്ഞു, ഓപ്പൺ ചെയ്യുമ്പോൾ. പിന്നെ ഷോസാണ്, ഓരോ ദിവസം ഓരോ ഷോസായിരുന്നു. അപ്പോൾ അതിനൊക്കെ സെപ്പറേറ്റ് ടിക്കറ്റാണ് കേട്ടോ. ഇതിപ്പോൾ ഒരാൾക്ക് 100 രൂപ കൊടുത്തു. 10 വയസ്സിന് താഴെയുള്ളവർക്ക് ടിക്കറ്റ് വേണ്ട. അപ്പോൾ നമ്മുടെ പൈസ 100-600 രൂപ അങ്ങനെ പോയി. മോനും മോൾക്കും മാത്രം വേണ്ട, ചേച്ചിയുടെ പിള്ളേർക്കും ചേച്ചിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ടിക്കറ്റ് വേണം. അങ്ങനെ 100 രൂപ കൊടുത്ത് അവിടെ കയറിയിട്ട് എന്ത് കിട്ടിയെന്ന് വെച്ചാൽ ഇത് മാത്രമാണ് നമുക്ക് കിട്ടിയത്. വേറെ ഒന്നുമില്ല. കാരണം സ്റ്റാളുകളൊന്നും തുറന്നിട്ടില്ലാത്ത കാരണം തന്നെ ഒരു സ്റ്റാളുകളിലും ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം കാലിയായിട്ട് ആളുകൾ വെറുതെ ഇരിക്കുകയായിരുന്നു. വൈകുന്നേരം ഓപ്പൺ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു. പിന്നെ ഓരോ ഷോസ് ആയാലും രാത്രിയാവുമെന്ന് പറഞ്ഞു. വെറുതെ അവിടെ വെയിൽ കൊണ്ട് അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഈ പട്ടി ചന്തയ്ക്ക് പോയി എങ്ങനെ ഇരിക്കും ആ അവസ്ഥയിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഇത് ഓരോ പരസ്യം കണ്ടിട്ട് നമ്മളിങ്ങനെ ആളുകൾ അവിടെ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളും വന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ അനുഭവം വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഓരോ വെക്കേഷൻ സമയത്ത് വരുമ്പോൾ അതിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കി അറിഞ്ഞു പോവുക. അല്ലെങ്കിൽ ഇതുപോലെ പൈസ പോയിട്ട് പണി കിട്ടും. ആ നേരം വേറെ വല്ല അവിടത്തേക്കും പോവുകയാണെങ്കിൽ അതിൻ്റെ പൈസ നമുക്ക് പോവില്ല. ഇതിപ്പോൾ വെറുതെ നമ്മുടെ ടൈം വേസ്റ്റ്, വെയിൽ കൊണ്ടത് മെച്ചം. അതുപോലെ കയ്യിൽ ടിക്കറ്റിൻ്റെ പൈസ വെറുതെ പോയി. അല്ലെങ്കിൽ നമ്മൾ 100-600 രൂപ ടിക്കറ്റ് എടുത്ത് കണ്ടെന്ന് വെച്ചാൽ അവിടെ എന്തെങ്കിലും വേണം, ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇവനെയാണെങ്കിൽ എവിടെയും കൊണ്ടുപോകാൻ പറ്റില്ല. അവൻ എല്ലാവിടെയും പോയി അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമാണ്. കാരണം ഞങ്ങൾ എവിടെയും കൊണ്ടുപോകാറില്ല. ഒന്നെങ്കിൽ അമ്മയുടെ അടുത്തോ ചേച്ചിയുടെ അടുത്തോ ആക്കിയിട്ടാണ് ഇവനെ ചെറുതിനെ കൊണ്ടുപോകാറ്. അവന് അതുപോലെ വാശിയാണ്, എല്ലാം വേണം. അവന് ആവശ്യമില്ലാത്ത സാധനങ്ങളായാലും അവനത് വേണം. അപ്പോൾ വാങ്ങി കിട്ടണ വരെ അവനവിടെ കിടന്ന് നമ്മളെ വാശി പിടിച്ച് നമ്മളെ കഷ്ടത്തിലാക്കും. അപ്പോൾ അങ്ങനെ ഒരുത്തനെയും കൊണ്ടാണ് നമ്മൾ പോയത്. അപ്പോൾ ഞങ്ങളവിടെ ചെന്ന് അപ്പോൾ ഞാൻ ടൗണിലൊന്നും വണ്ടി എടുത്തിട്ട് അധികം എക്സ്പീരിയൻസ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ചേട്ടന് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ പോവാണ്, അപ്പോൾ വണ്ടി എവിടെ കൊണ്ടുവിടും, ടൗണാണ്, നല്ല ബ്ലോക്ക് ഉണ്ടാവും ആ സമയത്ത്, ഞായറാഴ്ചയും കൂടിയാണ്. അപ്പോൾ ഇങ്ങനത്തെ പരിപാടിയുടെ നല്ല തിരക്കുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആളെന്ത് ചെയ്തു, അവിടെ നിന്ന് PG നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സർപ്രൈസ് ആയിട്ട് മിണ്ടാണ്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങളെ കാത്ത് ഈ പരിപാടി കഴിഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം അവിടെ ആൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞ് നമ്മളിവിടെ 1-2 സ്റ്റാള് മാത്രം തുറന്നിട്ടുള്ളൂ. കുറച്ച് മാലയുടെയും അതുപോലെ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ മാത്രം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിൽ കയറി. അപ്പോൾ ചേട്ടനും വന്നു. ഹോട്ടലിൽ പോയപ്പോൾ പൊറോട്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പൊറോട്ടയും നമ്മൾ ചായയും, ചേട്ടന് മസാല ദോശ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അതും കഴിച്ച് നമ്മൾ ചെറുതപ്പോഴൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. എനിക്കും ഭയങ്കര ക്ഷീണം. അപ്പോൾ ഞാനൊരു ലൈം ജ്യൂസ് മാത്രം കഴിച്ചുള്ളൂ, ഭക്ഷണമൊന്നും കഴിച്ചില്ല. ആകെ ഇടങ്ങാറായി എന്ന് പറഞ്ഞ പോലെ അന്നത്തെ ദിവസം പോയി കിട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇനി ചേച്ചിനെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾക്ക് PGക്ക് പോകണം. നാളെ സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ സമയമില്ലല്ലോ. അപ്പോൾ അതാണ് എവിടെയെങ്കിലും കൊണ്ടുവന്ന് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. കുട്ടല്ലൂർ മാള് പോകാമെന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് ഈ 30-ാം തീയതി വരെയുള്ളൂ ഈ പരിപാടി, മാളെന്നും ഉണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇങ്ങോട്ട് പോയത്. പക്ഷേ പണി കിട്ടി. അപ്പോൾ അങ്ങനെ നമ്മളിതാ കുരിച്ചിറ കയറി ചേച്ചിയുടെ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ ചേച്ചിയുടെ അവിടെ അവരെ ഇറക്കി അതും കഴിഞ്ഞ് നമ്മളങ്ങനെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അക്കിടി പറ്റിയ യാത്ര എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ഇങ്ങനെ പോലെ അനുഭവം ഉണ്ടോ?